ഇന്നലെ വിജയ് ഭൂരിപക്ഷം തെളിയിച്ചുവെന്നും കൂടാതെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും വന്ന വിവരങ്ങൾ. ഇന്ന് രാവിലെയോടുകൂടി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായ അധികാരമേൽക്കുമെന്നൊക്കെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ, അതായത് രാത്രി മുതൽ തന്നെ തമിഴ്നാട് മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും എല്ലാം പറഞ്ഞത്. എന്നാൽ രാത്രിയോടെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഗവർണർ തന്നെ ഔദ്യോഗികമായി പറയുകയാണ് ചെയ്തത്. തമിഴകത്തെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ നാടകീയത നിറഞ്ഞതാണ് ഓരോ നിമിഷവും. വിജയുടെ സത്യപ്രതിജ്ഞയിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഭൂരിപക്ഷം വ്യക്തമാക്കാതെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2 അംഗങ്ങളുള്ള VCKയുടെ നിലപാട് ഇന്നറിയാം. അതിനിടെ TVK വ്യാജകത്ത് തയ്യാറാക്കിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് TVK രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണപരിചയമോ രാഷ്ട്രീയ പരിചയമോ ഇല്ലാത്തത് TVKയുടെ നീക്കങ്ങൾ പൊളിയാൻ ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട് എന്നതാണ് വിലയിരുത്തൽ. തമിഴകത്ത് സർക്കാരിനായി രണ്ടാമതൊരു അവകാശവാദം ഗവർണർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതായത് TVV ദിനകരൻ ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ടിട്ടുണ്ട്. കൂടാതെ എടപ്പാൾ പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് AMK ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കത്തിൽ ദിനകരന്റെയും പാർട്ടിയുടെ ഏക MLAയുടെയും ഒപ്പാണ് ഉള്ളത്. വിജയ് ഭൂരിപക്ഷം ഇല്ലെന്നും, അതായത് വിജയ്ക്ക് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെന്നും വ്യാജ ഭൂരിപക്ഷ കത്തുണ്ടാക്കിയെന്നുമാണ് TTV ദിനകരൻ പറയുന്നത്. ഇതോടെ വിജയ് സത്യപ്രതിജ്ഞ ഉണ്ടായിരിക്കില്ല എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട്. ഭൂരിപക്ഷം, അതായത് വിജയുടെ ഭൂരിപക്ഷം ഉറപ്പായിട്ടില്ലെന്നാണ് ലോക്ഭവൻ ഇപ്പോഴും പറയുന്നത്. 116 പേരുടെ പിന്തുണ മാത്രമേ ഇപ്പോഴും വിജയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ. ഭൂരിപക്ഷം ഉറപ്പിക്കണമെന്നും അതില്ലാതെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ല എന്നുമാണ് ഗവർണർ ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഇന്ന് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും രാത്രിയോടെ അത് മാറി മറിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇന്നും ഇപ്പോൾ ലോക്ഭവനിൽ നാടകീയമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നാടകീയമായ നീക്കങ്ങൾക്കും ആകാംക്ഷയുടെ ഒരു മുൾമുനയിലാണ് തമിഴ്നാട് ഇപ്പോൾ നിൽക്കുന്നത്. TVKക്ക് തുടക്കത്തിലുണ്ടായിരുന്ന വിജയപ്രതീക്ഷ പിന്നീട് സർക്കാർ രൂപീകരണത്തിൽ നിരാശയായി മാറുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ പരിചയമില്ലാത്തത് വലിയൊരു തിരിച്ചടിയായി. 108 സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തമിഴക വെട്രിക്കഴകം മാറിയെങ്കിലും വിജയ് 2 മണ്ഡലങ്ങളിൽ വിജയിച്ചതിനാൽ ഒടുവിൽ ഒരു സീറ്റ് ഒഴിയേണ്ടതായി വന്നു. അങ്ങനെ 107 സീറ്റായി മാറി. കോൺഗ്രസിലെ 5 MLAമാരും CPM, അതോടൊപ്പം തന്നെ CPI, അതിൽ നിന്ന് 4 MLAമാരും പിന്തുണ അറിയിച്ചതോടെ 16 സീറ്റായി. എന്നാലും ഭൂരിപക്ഷമായ 118 സീറ്റുകളിൽ നിന്ന് 2 സീറ്റുകൾ കുറവായിരുന്നു. VCKയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. അതും TVK ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. VCK അധ്യക്ഷൻ തോൾ തിരുമാളന് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ 2 മണിക്കൂറോളം TVK ഒരു ശ്രമം നടത്തി, പക്ഷേ ലൈനിൽ കിട്ടിയില്ല. തോൾ തിരുമാളൻ പറയുന്നത്, എനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് VCK ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത്. അതാണ് ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണമായി മാറുന്നത്. ഗവർണറെ കാണുന്നതിന് മുമ്പ് ആവശ്യമായ പിന്തുണ ഉറപ്പിക്കാനുള്ള ഈ അടിയന്തര ശ്രമങ്ങൾക്ക് വിജയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിട്ടു. കൂടാതെ വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന് പൊതുവേദികളിൽ സൂചന നൽകിയെങ്കിലും വെള്ളിയാഴ്ച രാത്രി അവസാനിച്ച സമയത്തേക്കും തിരുമാളൻ ഔദ്യോഗികമായ ഒരു അന്തിമ നിലപാട് പ്രഖ്യാപിച്ചില്ല എന്നതും TVKക്ക് ഒരു തിരിച്ചടിയായി മാറി. എടുത്തുചാടിയുള്ള വിജയുടെ തീരുമാനം TVK പിന്തുണ ഉണ്ടാകുമെന്നുള്ള ഒരു നീക്കവും, കൂടാതെ ഔദ്യോഗികമായ കത്തുകളൊന്നും തന്നെ വിജയ് ഗവർണർക്ക് നൽകിയില്ല എന്നുള്ളതും വലിയൊരു തിരിച്ചടിയായി മാറി. അതായത് വിജയ് ആണ് എന്നതുകൊണ്ട് തന്നെ തമിഴകം വിജയ്ക്ക് വോട്ട് ചെയ്യും, പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിജയുടെ ഒപ്പം നിൽക്കും എന്നൊക്കെ കരുതിയെങ്കിലും അതൊന്നും തന്നെ ഉണ്ടായില്ല. അവർ മന്ത്രിസഭ, അതായത് അവർക്കൊരു മന്ത്രിസ്ഥാനം വേണം, ഓരോ പാർട്ടികളും 2-3 മന്ത്രി കസേര വേണമെന്ന് TVKയോട് ആവശ്യപ്പെടുമ്പോൾ ഇതൊന്നും തന്നെ തരാൻ TVK തയ്യാറായിരുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുക, അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ഒന്നും തന്നെ തരില്ല എന്ന് TVKയുടെ ഉറച്ച നിലപാടിലെത്തി നിൽക്കുന്നതോടുകൂടിയാണ് മറ്റ് പാർട്ടികളൊന്നും തന്നെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാതെ നിൽക്കുന്നത്. അതാണ് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഇപ്പോൾ കാരണമായിക്കൊണ്ടിരിക്കുന്നത്.